അഭിനയവുമായി ഒരു ബന്ധവുമില്ല എന്നുണ്ടെങ്കിൽ പോലും സിനിമാ മേഖലയിൽ ഒരുപാട് സുഹൃത്തുക്കളുള്ള വ്യക്തിയായിരുന്നു കാവ്യ മാധവന്റെ അച്ഛനായ മാധവൻ സാർ. പണ്ടൊക്കെ കാവ്യ മാധവൻ സിനിമയിൽ സജീവമായ സമയത്ത് സിനിമയിൽ തുടക്കം കുറിച്ച സമയം മുതൽ തന്നെ അച്ഛൻ മാധവനായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കും വേദികളിലേക്കും ഒക്കെ തന്നെയും കാവ്യയ്ക്ക് കൂട്ടായിട്ട് എത്താറുണ്ടായിരുന്നത്. അച്ഛന് എന്തെങ്കിലും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ മാത്രമായിരുന്നു സഹോദരനെ കാവ്യയ്ക്കൊപ്പം പറഞ്ഞയക്കുമായിരുന്നത്. അല്ലാത്ത പക്ഷം കാവ്യ മാധവന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അച്ഛൻ മാധവൻ തന്നെയായിരുന്നു എപ്പോഴും കൂടെയുണ്ടാകുമായിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലുള്ളവരുമായി വലിയ പരിചയം തന്നെയായിരുന്നു അച്ഛൻ മാധവന്. തന്റെ മകൾ കാവ്യ സിനിമയിൽ വലിയൊരു തടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമാ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അച്ഛൻ മാധവനും. സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ തന്നെയും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. 2 ദിവസം മുൻപായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത്. ചെന്നൈയിലെ വീട്ടിൽ മകൾ കാവ്യയ്ക്കൊപ്പമായിരുന്നു അച്ഛൻ താമസം. മാമാട്ടിയുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ചെന്നൈയിലെ വീട്ടിലായിരുന്നു കാവ്യ മാധവൻ താമസം. ദിലീപ് പലപ്പോഴും സിനിമയുടെയും ഷൂട്ടിംഗ് തിരക്കുകളിലായിരിക്കും. മീനാക്ഷി കൊച്ചിയിലെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തിരക്കിലായതുകൊണ്ട് മകൾ കാവ്യയ്ക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് അച്ഛനായിരുന്നു. ചെന്നൈയിൽ വെച്ച് തന്നെയായിരുന്നു അച്ഛൻ മാധവന് അന്ത്യവും സംഭവിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ കാര്യമാക്കേണ്ട തരത്തിൽ ഒരു പ്രശ്നവും അദ്ദേഹത്തെ അലട്ടിയിരുന്നില്ല. തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തെ തേടി മരണമെത്തിയത് എന്നായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന വാർത്തകൾ. 74 വയസ്സായിരുന്നു മാധവൻ സാറിന്റെ പ്രായം. നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചും എത്തിയത്. കുടുംബക്കാർ മാത്രമല്ലായിരുന്നു, സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേരാണ് കാവ്യ മാധവന്റെ അച്ഛൻ മാധവന്റെ മരണവാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചും എത്തിയത്. മകൻ മിഥുൻ നാട്ടിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ഒരുപാട് സമയമെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വിട്ടുള്ളവർക്കൊക്കെ തന്നെയും അദ്ദേഹത്തെ ഒരു നോക്ക് അവസാനമായി കാണാൻ വേണ്ടിയിട്ട് എത്തിച്ചേരാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. കാവ്യ മാധവന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇപ്പോൾ മഞ്ജുവും എത്തുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പണ്ട് കാവ്യയും ദിലീപും ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമകളൊക്കെ തന്നെയും തന്റെ ഭർത്താവായ ദിലീപ് നായകനാകുന്ന സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പലപ്പോഴായിട്ടും മഞ്ജു വാര്യർ എത്താറുണ്ടായിരുന്നു. അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു കാവ്യ മാധവന്റെ അച്ഛനെ മഞ്ജുവിന്. ഇരുവരും ഒന്നിച്ച് ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ തന്നെയുമുണ്ട്. മാധവൻ സാറിനെ കുറിച്ച് മഞ്ജുവിന് വലിയ മതിപ്പുമായിരുന്നു. അച്ഛനെ പോലെ തന്നെയായിരുന്നു ആ സമയത്ത് മഞ്ജുവിന് കാവ്യയുടെ അച്ഛനെയും. എല്ലാവരും അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മാധവൻ സാറിന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് മഞ്ജു വാര്യർ തീർച്ചയായിട്ടും ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. മഞ്ജു അച്ഛനെ കാണാൻ എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നുണ്ട്. ദിലീപിന്റെ വീട്ടിലേക്കല്ല മാധവൻ സാറിനെ അടക്കം ചെയ്യാൻ കൊണ്ടുപോയത്, അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് മഞ്ജു എത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ. വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും മഞ്ജുവിന് വരാതിരിക്കാൻ കഴിയില്ല എന്നാണ് ആരാധകരിൽ പലരും പറഞ്ഞത്.